ഇവർ ഫൈസൽ. വിധിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഒരു ഗുണമായാലും ദോഷമായാലും സംഭവിച്ചത് ദൈവത്തിൻ്റെ വിധിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് സാധാരണ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സൂയിസൈഡ് ചെയ്തത് അത് അള്ളാഹുവിൻ്റെ വിധിയാണോ അതോ അള്ളാഹുവിൻ്റെ വിധിയല്ലേ? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയാണെങ്കിൽ അദ്ദേഹം അവിടെ വരണം, അത് കെട്ടിത്തൂങ്ങിയതാണെങ്കിൽ അദ്ദേഹം അവിടെ അതിന് തയ്യാറായി വരണം, അദ്ദേഹം തൂങ്ങണം, അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമായിട്ട് വരില്ലേ? അതായത് എന്താണ് വിധി എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ വിധിയാണോ ഒരാൾ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്നാണ് ചോദ്യം. എന്താണ് വിധി എന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം. അപ്പൊ ഞാൻ ഈ സംസാരിക്കണം എന്നുള്ളത് അള്ളാഹിന്റെ വിധിയാണോ? ആണ്. എന്നാൽ ഞാൻ സംസാരിക്കാതെ അവിടെ ഇരിക്കുകയാണെങ്കിലോ? ഇരിക്കണം എന്നുള്ളതും അള്ളാഹിന്റെ വിധിയാണ്. ഇവിടെ വിധിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ധാരണപ്പിശകുകളിലാണ്. ആ ധാരണപ്പിശക് മാറുമോ? മാറൂല. എന്താ കാരണം? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ അറിവിനെ നമ്മുടെ തലച്ചോറിൽ വെച്ച് അപഗ്രഥിക്കാനാണ്. അതാണ് ഇതിലെ പ്രശ്നം. വിധി എന്നത് അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമാണ്. അള്ളാഹു തന്നെ നമ്മളുടെ തലച്ചോറിന് മനസ്സിലാവൂല. എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതരായ, നമുക്കൊരിക്കലും അപഗ്രഥിക്കാൻ കഴിയാത്ത അസ്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ അറിവോ, അള്ളാഹിന്റെ അറിവിന്റെ സവിശേഷത ഒന്ന്, ആ അറിവ് ഒരിക്കലും വർദ്ധിക്കുന്നില്ല, കുറയുന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അറിവ് ഒരിക്കലും വർദ്ധിക്കണില്ല. നമ്മൾ ഇന്നലത്തെ അറിവല്ല ഇന്നത്തെ അല്ല നാളെ, നാളത്തെ അല്ല മറ്റന്നാള്, എന്നും നമ്മുടേത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ അറിവ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ അറിവിന് കാലമില്ല. നമ്മുടെ അറിവിനോ കാലമില്ലാതെ നമുക്ക് അറിവ് തന്നെ ഉണ്ടോ? ഇല്ല. ഇന്ന് നാളെ 3 കാലത്തിലാണ് നമ്മുടെ അറിവ് തന്നെ സ്ഥിതി ചെയ്യുന്നത്. കാലമില്ലാത്ത, ആരംഭമോ അവസാനമോ ഇല്ലാത്ത, വർധനവോ കുറവോ ഇല്ലാത്ത അറിവിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. ആ അറിവ് നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല. നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? നമ്മുടെ തലച്ചോറ് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. നമ്മുടെ തലച്ചോറുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കണ്ണിന് കാണാൻ പറ്റാത്തത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാലോ. നമ്മുടെ കണ്ണിന് 1 കോടി നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയും. 1 കോടി നിറങ്ങൾ മനുഷ്യന്റെ കണ്ണിന്. പക്ഷെ ഈ 1 കോടി നിറങ്ങളും വിബ്ജിയോറിന്റെ ഉള്ളിലാണ്. വയലറ്റിന്റെയും റെഡിന്റെയും ഉള്ളിലുള്ള 1 കോടി നിറങ്ങൾ. ഈ തരംഗദൈർഘ്യങ്ങൾക്കുള്ളിലുള്ളത് മാത്രമേ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുള്ളൂ. വയലറ്റിനെക്കാളും തരംഗദൈർഘ്യം കുറഞ്ഞതോ റെഡിനെക്കാളും തരംഗദൈർഘ്യം കൂടിയതോ ആയ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും ഒന്നും നമുക്ക് കാണാൻ പറ്റൂല എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് അതില്ല എന്നാണ് അർത്ഥം. ഇല്ല എന്നല്ല, അതുണ്ട് എന്ന് നമുക്ക് വേറെ തെളിവുകൾ വഴി ലഭിക്കുന്നു. കാത് 20 മെഗാഹെർട്സിനും 20,000 മെഗാഹെർട്സിനും ഇടക്ക് ഫ്രീക്വൻസിയുള്ള, ആവൃത്തിയുള്ള ശബ്ദതരംഗങ്ങളെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അതിനർത്ഥം അതിനപ്പുറത്തും ശബ്ദതരംഗങ്ങൾ ഇല്ലാതാണോ? ഉണ്ട്. നമുക്ക് കാണാൻ പറ്റാത്തത് കാണുന്ന ജീവികളുണ്ട്. കോഴിക്ക് ചില അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ പറ്റും. വവ്വാലിന് അൾട്രാസോണിക് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ, ഇന്ദ്രിയങ്ങൾക്ക് എത്താൻ കഴിയാത്ത അറിവുകളുണ്ട്. എന്നാൽ നമ്മുടെ തലച്ചോറിന്റെ പരിമിതി, കണ്ണിന് പരിധിയുണ്ട്, കാതിന് പരിധിയുണ്ട്, തലച്ചോറിന് പരിധിയുണ്ടോ? ഉണ്ട്. ആ തലച്ചോറിന്റെ പരിധി എന്താ? പ്രപഞ്ചത്തിന് അതീതമായ ഒന്നിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല എന്നുള്ളതാണ്. പടച്ചോൻ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ പടച്ചവന്റെ അറിവിന്റെ രീതി എന്താണ് നമുക്കറിയൂല.
വിധി പടച്ചവന്റെ അറിവിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വിധിയെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കണ്ട. വിധിയെക്കുറിച്ച് തർക്കിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? തർക്കിക്കണമെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാവണ്ടേ. വിധി എന്താ? വിധിയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ സ്വതന്ത്രമാണ് എന്നത് അതേപോലെ സത്യമാണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, ഖുർആൻ പറഞ്ഞതാണ്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അവർ ഒരു മണിമണി തൂക്കം നന്മ ചെയ്താൽ അവർ അത് കാണും. അപ്പോൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതവൻ കാണും. ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് അനുഭവമുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നവയുമാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ അയാളുടെ പടച്ച തമ്പുരാന്റെ അറിവിൽ ഖദറിൽ ഇത് ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷെ അത് എങ്ങനെയാണ്? അത് നേരത്തെ തന്നെ ഉണ്ടോ എന്നാലാണ് ചിലർ ചോദിക്കുക. നേരത്തെ എന്നുള്ള പദം പോലും നമ്മളതാണ്. പടച്ചോന്റെ അറിവിന് നേരത്തെ, ശേഷം, പിന്നെ എന്നതൊന്നുമില്ല. പടച്ചോന്റെ അറിവ് എന്നും സമ്പൂർണമാണ്. അപ്പോ ഈ ഖദർ എന്നാൽ അതുണ്ട്. പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്യുന്നത് അയാളുടെ ബോധത്തോടു കൂടിയാണ്. അയാൾ കയറെടുത്തിട്ടാണ്, അയാൾ പോയിട്ടാണ്, അയാൾ തൂങ്ങിയിട്ടാണ് അയാൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ചെയ്തിയാണത്. അതിനയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതേപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും, ഏത് തിന്മയാണെങ്കിലും, ഏത് നന്മയാണെങ്കിലും ഈ കാര്യമാണ് ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, പെരിങ്ങോട്ടുകരയിലെ ജനങ്ങൾക്ക് വേണ്ടി മതവും മനുഷ്യനും എന്ന വിഷയപാട് നമ്മൾ ഇതുവരെ ചർച്ച